നമസ്കാരം. അമ്മ എന്ന സംഘടനയുടെ വാർഷിക പൊതുയോഗം കഴിഞ്ഞതിന് ശേഷം ഒരു മോങ്ങൽ കൊച്ചി കേന്ദ്രീകരിച്ച് പലയിടങ്ങളിലും ഉണ്ടാകുകയാണ്. അതായത് എന്നെക്കാളും കുറച്ച് വോട്ട് കിട്ടിയവർ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ വന്നിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ സ്വാഭാവികമായിട്ട് ആ കരച്ചിൽ ആരതാണ് എന്ന് നോക്കിപ്പോയപ്പോഴാണ് നമ്മുടെ പിഷാരടിയെ ഇതിന്റെ കോമഡി ഭയങ്കര കോമഡിയാണ്. ചിരിച്ച് ഊപ്പാട് വന്നു ചില കോമഡികളൊക്കെ കേട്ട അങ്ങനെ അദ്ദേഹം അടിച്ചൊരു കോമഡിയുടെ ദൃശ്യം കാണിക്കാം. ആ ദൃശ്യം ഒരു പഴയതാണ്, എന്നിരുന്നാൽ കൂടി നിങ്ങളിപ്പോ ആ ദൃശ്യത്തെ അമ്മയുടെ യോഗമായിട്ട് വേണം കാണാൻ. എക്സിക്യൂട്ടീവ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുക്കാൻ വന്നവരും അമ്മയുടെ യോഗവുമായിട്ട് ആ ദൃശ്യം ഒന്ന് കണ്ടേ. ഈ കയ്യടി വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു കയ്യടിയാണ്. നിങ്ങളെല്ലാവരും ഇത് നടക്കുന്നത് അറിഞ്ഞും കേട്ടും സ്വന്തം ചെലവിലും വണ്ടിയിലും ബസ്സിലും ഒക്കെ കയറിയും തിരക്കിലും ഒക്കെ വന്ന് ഇവിടം വരെ ഇരിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പേടിപ്പിച്ചു കൊണ്ടുവന്ന ആൾക്കാരല്ല എന്നുള്ള എനിക്കുണ്ട്. ഇതിനിപ്പോ നിങ്ങൾ കൈയടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങൾ രണ്ടുപേരും കൈയടിച്ചില്ല, അതുകൊണ്ട് നാളെ നിങ്ങൾക്ക് പണി തരണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ആരെങ്കിലും ഒന്ന് ആലോചിക്കട്ടെ എന്നൊന്നും ഈ വേദിയിലിരിക്കുന്ന ഒരാളും ആരോടും പറയാൻ പോകുന്നില്ല എന്നുള്ളൊരു ധൈര്യം ഇതിന് വലിയ കാര്യമായിട്ടുണ്ട്. വളരെ കൃത്യമാണ്. 100-300 പേരുള്ള ഒരു സംഘടനയിൽ ആരെയും വാട്സപ്പ് വഴി ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതല്ല. എല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണ്. പിന്നെ നിങ്ങൾ ആരും കൈയടിച്ചില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ ഇരിക്കുന്ന ആരും നിങ്ങളെ എന്ത് ചെയ്യാൻ പോകുന്നില്ല, നിങ്ങളെ ഭീഷണിപ്പെടുത്താനൊന്നും പോകുന്നില്ല. സമാനമാണ്, ഇവിടെ ഇരിക്കുന്ന ആരും വോട്ട് ചെയ്തില്ലെങ്കിൽ എന്താണ്, ഒരു കുഴപ്പമില്ല, ഞാൻ ആരെയും ഭീഷണിപ്പെടുത്താനൊന്നും പോകുന്നില്ല. പക്ഷെ ഞാൻ കരുതുന്നുണ്ട് ഞാൻ ഇതിനകത്തെയൊക്കെ വലിയ സ്വാധീനമുള്ളതാണ്, എന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്, ഞാൻ കയറി നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും എൻ ബ്ലോക്ക് ആയിട്ട് എനിക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന് ആര് കരുതിയിരുന്നു? നമ്മുടെ പിഷാരടി കരുതിയിരുന്നു. ഇപ്പൊ എന്തായി? ഇപ്പോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തോറ്റ് ഊപ്പാട് വന്നിട്ട് അദ്ദേഹം ഒരു കത്ത് കൊടുത്തിരിക്കുകയാണ്. അതായത് എന്നെക്കാൾ കുറച്ച് വോട്ടുള്ളവരെ പോലും കമ്മിറ്റിയിൽ എടുത്തിരിക്കുന്നു, എന്നിട്ട് ഇത്രയും വോട്ട് നേടിയ എന്നെ എടുക്കാത്തതിൽ അതിന്റെ ശക്തമായ വിയോജിപ്പ് ഞാൻ അറിയിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ വന്നിട്ട് ഞാൻ മാറിക്കൊടുത്തു എന്ന് പറയണം. എന്റെ വിശാലമായ മനസ്കത കൊണ്ട് ഞാൻ ഒരു സ്ത്രീക്ക് വേണ്ടി മാറിക്കൊടുത്തതാണ്. എന്നാലും വോട്ട് ചെയ്ത് തോപ്പിച്ചു എന്ന് പറയാനായിട്ട് അദ്ദേഹത്തിന് വലിയ പാടാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, പുറത്തിറങ്ങി ബാക്കിയുള്ളവരെ ചളു അടിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് പോകാൻ വല്ലാത്ത താല്പര്യം ഉണ്ടല്ലോ. ആ ചൊറിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ചൊറി ഏറ്റവർ അവര് കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മയിലെ ഒരു തെരഞ്ഞെടുപ്പ്. ഇപ്പൊ പാലക്കാട് ഇദ്ദേഹത്തെ മത്സരിക്കാൻ പരിഗണിക്കുന്നു എന്ന വാർത്ത വന്നു. ചെന്ന് കയറി കൊടുത്താൽ മതി, 300 പേരുള്ള അമ്മയിൽ മത്സരിച്ച് ജയിക്കാൻ പറ്റില്ല. പിന്നീട് പാലക്കാട് കൊണ്ടുവന്ന് ഇറക്കിയ കെട്ടിവെച്ച കാശ് കിട്ടില്ലെന്ന് മനസ്സിലാക്കില്ല. കാര്യം സ്വന്തം സംഘടനയിലുള്ളവർക്ക് തന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. ഒരു മത്സരത്തിൽ വന്ന് പിഷാരടി എന്നൊക്കെ പറഞ്ഞപ്പോ മമ്മൂട്ടിയുടെ 1-2 പടത്തിൽ അഭിനയിച്ചു, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെയൊക്കെ നടന്നു എന്ന രീതിയിലൊക്കെ ചെന്ന് മത്സരിക്കാൻ നിന്നാൽ, പിന്നെ നേരത്തെ അറിയാലോ അദ്ദേഹം കോൺഗ്രസിലാണെന്ന് പറയുകയാണെങ്കിൽ ഉണ്ണി മുകുന്ദനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോകും, നമ്മുടെ കേന്ദ്രമന്ത്രിക്കൊപ്പം കാണും. അത് പിന്നെ കോൺഗ്രസ്സുകാർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണല്ലോ. അവരുടെ രാഷ്ട്രീയം കോൺഗ്രസ് ആണെന്ന് പറയുകയാണെങ്കിലും പലപ്പോഴും അവരുടെ നിലപാടുകൾ കാണുമ്പോൾ ഇത് സംഘിയാണോ എന്നുള്ള സംശയം നമുക്ക് തോന്നും. പലപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ട് നമുക്കും അത് തോന്നാറുണ്ട്. ഇദ്ദേഹം പലരെയൊക്കെ അഭിനന്ദിക്കുന്ന പോസ്റ്റുകളൊക്കെ കണ്ട സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അമ്മയിലെ ഭാരവാഹികൾക്ക് അവരെ ഒന്ന് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയമുള്ളവരാണ്. ഇങ്ങനെയുള്ള ചില കറിവേപ്പിലകളെ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് വോട്ട് ചെയ്യാതെ ആട്ടി പുറത്താക്കിയതിനു ശേഷം എന്നെക്കാൾ വോട്ട് കുറഞ്ഞവർക്ക് ഈ എക്സിക്യൂട്ടീവിലേക്ക് സ്ഥാനമാനം കിട്ടി, അതിലേക്ക് ഞാൻ മാറിക്കൊടുത്തു എന്ന രീതിയിലൊക്കെ പറയാൻ ശ്രമിക്കുകയാണ്. കാര്യം മാറിക്കൊടുത്തത്രേ നമ്മളൊക്കെ വിശ്വസിച്ചു കേട്ടോ. അത്ര കഷ്ടപ്പെട്ടെന്തിനാ മത്സരിക്കാൻ നിന്നേ? ആ സ്ത്രീകൾക്ക് വേണ്ടി മത്സരിക്കാതെ അങ്ങ് മാറിക്കൊടുത്താ പോരായിരുന്ന? അത് പറ്റില്ല. നമ്മൾ ഇതിന് വഴി നൈസ ഒരു മത്സരം വരട്ടെ, കടന്നുകൂടാമെന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. അമ്മയുടെ ബൈലോ പ്രകാരമുള്ള കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കി വന്നപ്പോ തോറ്റ എന്നെയും കൂടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. അത് നടക്കില്ല, തോറ്റവർക്ക് ഇവിടെ അംഗത്വം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തിറങ്ങി നിന്ന് ഈ കൂവിറ്റ് പോകുന്ന പോലെയാണ് ഒരു കത്തെഴുതി നേതൃത്വത്തിന് കൊടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് കോൺഗ്രസ്സുകാർ പൊക്കിക്കൊണ്ട് നടക്കുന്ന ജനപ്രിയനായിട്ടുള്ള പിഷാരടി. ഇത്രയേ ഉള്ളൂ. ഈ ചളുവടി, ഊളത്തരടി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആരെക്കൊണ്ടും പറ്റുന്ന കാര്യമാണ്. പക്ഷേ ജനകീയത കൈവരിക്കുക ഒരു സംഘടനയ്ക്കകത്തുണ്ടെങ്കിൽ അതിൽ ആൾക്കാരുടെ പിന്തുണ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള പണിയാണ്. അതിന് ഈ പിഷാരടിയുടെ ഊളത്തരോ ചളുവടിയോ ഒന്നും പോരെന്ന് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അത്ര വലിയ മഹാനായിരുന്നെങ്കിൽ ഈ മത്സരത്തിൽ ചാടിക്കേറി, അതായത് സ്വയം തോന്നുകയാണ്. കാര്യം രാഷ്ട്രീയത്തിലൊക്കെ അങ്ങനെയാണല്ലോ, പലപ്പോഴും അദ്ദേഹത്തിന്റെ ഡയലോഗ് കൊണ്ടും കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം പറയുമ്പോഴുള്ള വാചകം വെച്ചിട്ട്, അതായത് ബാക്കിയുള്ള, അതായത് ഇടതുപക്ഷത്തുള്ളവരെല്ലാം മോശക്കാരാണ്, ഞങ്ങളാണ്,
വലിയ ജനപിന്തുണയുള്ളവർ, ഞങ്ങളാണ് അംഗീകരിക്കപ്പെട്ടവർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം എവിടെയൊക്കെ പ്രചരണത്തിന് പോയോ അവിടെയെല്ലാം തോറ്റു. എന്തിനേറെ പറയുന്നു, ഇദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിട്ടുള്ള ധർമ്മജൻ ബോൾഗാട്ടി കഴിഞ്ഞ തവണ ബാലുശ്ശേരിയിൽ മത്സരിക്കാൻ നിന്നു. ബാലുശ്ശേരിയിൽ ഇദ്ദേഹം പ്രചരണത്തിന് പോയിട്ട് എന്താണ് അവസ്ഥയെന്ന് നാട്ടുകാരെല്ലാം കണ്ടതാണ്. സ്വന്തം സഹപ്രവർത്തകരെ കൊണ്ടു നടന്ന് 8 നിലയെ പൊട്ടിക്കാനുള്ള ശേഷിയുള്ള വ്യക്തി, എന്നിട്ട് സ്വയം ധരിച്ചു ഞാൻ മത്സരിച്ചിട്ടില്ല, ഞാൻ ജനകീയനാണെന്ന്. ഇപ്പോ എന്ത് സംഭവിച്ചു? 300 അംഗങ്ങളുള്ള ഒരു അമ്മയുടെ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് മത്സരിച്ചിട്ട് അവിടെ പോലും ജയിക്കാനുള്ള ജനസ്വാധീനമില്ലാത്ത ഒരാളെയാണ്, അല്ലെങ്കിൽ ഒരു ട്രോളനായിട്ട് മാത്രം പരിഗണിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ വെറും ഒരു ഹാസ്യ താരം, അല്ലെങ്കിൽ 2ാം കിട പൗരൻ എന്നുള്ള നിലയ്ക്ക് സംഘടനയ്ക്കകത്ത് പരിഗണിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് പിഷാരടി എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഇതിനെയും കൊണ്ട് കടന്ന് എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങും എന്ന് പറഞ്ഞ കണക്ക് കുറച്ച് ട്രോളോ അല്ലെങ്കിൽ ആക്ഷേപമൊക്കെ ഇദ്ദേഹം പറയുമ്പോൾ ഈ നാട്ടിൽ ചിലർ കൈയടിക്കാനുള്ളത് കൊണ്ട് അത് ഒന്ന് വൈറലാകുന്നു എന്ന് കരുതിക്കൊണ്ട് അത് ഓർത്ത് ആരും വേവലാതിപ്പെടണ്ട. ഇദ്ദേഹത്തിന്റെ ജനപിന്തുണ എത്രത്തോളം ഉണ്ടെന്ന് സ്വന്തം സംഘടനയിലെ ആൾക്കാർ തന്നെ തെളിയിച്ച് ഇദ്ദേഹത്തിന്റെ എല്ലാം കൂടി 4, 3, 7 വോട്ട് പോലും തികച്ചു കിട്ടിയിട്ടില്ല. ധർമ്മജൻ ബോൾഗാട്ടി മാത്രമാണ് വോട്ട് ചെയ്തതെന്ന് മാത്രമാണ് അറിയാൻ പറ്റുന്നത്. സ്വന്തം വോട്ടും ബോൾഗാട്ടിയുടെ വോട്ടുകൂടെ ചേർത്ത് 2, 3 വോട്ട് മാത്രം കിട്ടി. അതിനേക്കാൾ കുറവായിരുന്നു അവിടെ എക്സിക്യൂട്ടീവിലേക്ക് എടുത്ത സ്ത്രീകളുടെ വോട്ടെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അവർ എക്സിക്യൂട്ടീവിലേക്ക് വന്നു. എന്തായാലും മത്സരിച്ച് വോട്ട് നേടി തോറ്റ നമ്മുടെ പിഷാരടി പുറത്തുപോയി. എന്താ കഥ? അതുകൊണ്ടല്ലേ തുടക്കത്തിലേ പറഞ്ഞേ ഒരു കോമഡി സൊല്ലട്ടുമാ രമേശ് പിഷാരടി, ചിരിക്കുക, അതിനപ്പുറത്തേക്ക് ഒന്നും പറയരുത്. ന്യായീകരിക്കാൻ പിന്നെ കൊണ്ടാക്കി കൊടുത്ത സതീശനും പിഷാരടിയൊക്കെ ഒരുപോലെയാണ്. ന്യായീകരിച്ച് അങ്ങ് തകർത്തോളും. അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്.